തെക്കൻ കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. റെഡ് അലർട്ടുള്ള കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം തുടരുന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഇന്നു മുതൽ 2 ദിവസമാണ് കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട ജില്ലയിൽ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ലെങ്കിലും നദീതീരത്ത് താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രയ്ക്കും വിലക്കുണ്ട്. മണ്ണിടിച്ചിലും മരം വീഴാനുമുള്ള സാധ്യതകൾ കണക്കിലെടുത്താണ് യാത്രകൾക്ക് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നത്. ഗവി പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് പോകുന്നതിനും നിയന്ത്രണമുണ്ട്. അടുത്ത 3 ദിവസത്തേക്കാണ് ഗവിയിലേക്കുള്ള സഞ്ചാരത്തിന് വിലക്കുള്ളത്. അടിയന്തര സാഹചര്യത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനാവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കഴിഞ്ഞു. ചുമതലയ്ക്കായി റവന്യൂ ഉദ്യോഗസ്ഥരെ കഴിഞ്ഞ ദിവസം ജില്ലാ കലക്ടർ നിയമിച്ചു. കോട്ടയം ജില്ലയിൽ രാവിലെ വരെ നേരിയ തോതിൽ മഴയുണ്ടായിരുന്നു. മലയോര മേഖലയിൽ താമസിക്കുന്നവർ മണ്ണിടിച്ചിൽ കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ജില്ലാ കലക്ടർ നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യമുണ്ടായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുന്നതിനുള്ള നടപടികളും പൂർത്തീകരിച്ചു. കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രി കനത്ത മഴ പെയ്തു. മണ്ണെടുപ്പിനും ക്വാറികളുടെ പ്രവർത്തനത്തിനും നിരോധനമുണ്ട്. കടൽ പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ തെക്കൻ കേരളത്തിൽ അടുത്ത 3 ദിവസത്തേക്ക് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി. തിരമാലകൾ 1 മീറ്റർ മുതൽ 1.40 മീറ്റർ വരെ ഉയരത്തിൽ തീരത്തേക്കെത്താൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടുത്ത 3 ദിവസം തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ നദികളിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല. ശബരിഗിരി പദ്ധതി പ്രദേശത്ത് നേരിയ തോതിൽ മഴ പെയ്യുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.